Hello, hello. Hello. Hello, guys. Hello, guys. Welcome to my channel. Hello. 2, 3, 4, okay. 5, 6. Hello, guys. Hello, guys. നമ്മുടെ uncle. I'm a fair word. Okay, come on, guys. Come on, guys. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമുക്ക് നൈക്കാന്റെ പ്രോഡക്റ്റുകൾ വന്നിട്ടുള്ളത്. നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും മേക്കപ്പിന്റെ സാധനങ്ങളാണ് ഉള്ളത് കേട്ടോ. ഫൗണ്ടേഷൻസ്, അതുപോലെ അതിന്റെ ബ്രഷസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. അപ്പൊ ഇത് ഓൾറെഡി ഇന്നലെ വന്നപ്പോ തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. തരാം, ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഫസ്റ്റ് ഇതാണ് ഞാനൊരു ബ്രഷിന്റെ ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതില് നമ്മുടെ കോണ്ടോർ ചെയ്യണതും അതുപോലെ ബ്ലഷ്, എന്താ പറയാ, ഐ ഷാഡോ, പിന്നെ നമ്മുടെ ഫൗണ്ടേഷന്റെ സ്പഞ്ചസ് മാത്രമേ ഉള്ളൂ. ബാക്കി എന്താ പറയാ, ഫൗണ്ടേഷന്റെ ബ്രഷ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 5 ബ്രഷും 2 സ്പഞ്ചസും ഉണ്ടുള്ളത്. അടുത്തത് നമ്മുടെ ഐലാഷ് വെക്കുന്ന ടൂളാണ് കേട്ടോ. ഇത് അത് പൊട്ടിക്കല്ലേ കുഞ്ഞേ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ. ലിപ്സ്റ്റിക് അല്ല, ഇത് ലിപ് ബാമാണ് കുഞ്ഞേ. അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടേ നല്ല സ്മെല്ലാ. ചുണ്ടോട്ടെ കാണ്, സൂപ്പറാ. അമ്മ പൊട്ടിച്ചോണ്ട് കേട്ടാ. കുഞ്ഞു അപ്പുറത്ത് പോയിരിക്കോ? നീ ഒതുങ്ങിയിരിക്കോ? എന്നാ കൈ കെട്ടിട്ട് ഇവിടെ ഇരിക്കേ. കൈ കെട്ടിട്ടിരിക്കില്ലേ? ഓക്കെ. അപ്പൊ നമ്മളത് ഇങ്ങനെ ഇതില് എന്റെ ഒരു ഇത് സെറ്റിംഗ് സ്പ്രേ ഉണ്ടല്ലോ, ലോവിയലിന്റെ ആയിരുന്നു. പക്ഷെ ഇതിന്റെ അടപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു അമ്മ പറഞ്ഞു. അപ്പൊ ഇത് അടപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ റിട്ടേൺ ചെയ്തുട്ടാ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഡെർമയുടെ സൺസ്ക്രീൻ ആണ് വരുന്നത്. SPF 50 ആണ്. കാണിച്ചു കൊടുത്തോ? ഓക്കെ, ഇനി ഗുഡ് ഗേൾ ആയിട്ട് ഇവിടെ ഇരിക്കൂ. അടുത്ത ബോക്സ് വന്നിട്ട് ഇത് PACയുടെ പാലറ്റ് ആണ് കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നതും പണ്ട് ഞാൻ എന്റെ വർക്കിന് പോകുന്ന ടൈമിൽ യൂസ് ചെയ്തായിരുന്നു. ഇതാണ് PACയുടെ തന്നെയാണ്. നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് വരിക. ഇതില് എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. പൗഡറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്തത് വന്നിട്ട് ഷുഗറിന്റെ കോണ്ടോർ ചെയ്യണ പാലറ്റ് ആണ്. കോണ്ടോർ ഫേസ് പാലറ്റ് ആണ്. അപ്പൊ ഇതിൽ തന്നെ 3 കോണ്ടോർ ചെയ്യണതും ബ്ലഷും ഹൈലൈറ്ററും വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ പാക്കിങ് നൈസാ. പക്ഷെ ഈ ലോറിയലിന്റെ മാത്രം എങ്ങനെ പൊട്ടിപ്പോയെന്ന് അറിയില്ല. നല്ല പാക്കിംഗ് ആയിരുന്നു. അടുത്തത് വന്നിട്ട് ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ. ഇത് ഇതൊക്കെ ഞാൻ ഓൾറെഡി പൊട്ടിച്ചു നോക്കി നിറഞ്ഞതിന്റെ തൊര കാരണം. ഇത് മെബലിന്റെ നല്ലൊരു ഐഷാഡോ പാലറ്റ് ആണ്. എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതല്ല, വേറെ ഒരെണ്ണം. പിന്നെ അടുത്തത് വന്നിട്ട് PACയുടെ തന്നെ ട്രാൻസ്ലൂസ് പൗഡറാണ്. പാക്കിംഗ് ഒക്കെ അടിപൊളി. ഇത് ഇവിടെ ഇതുണ്ട്. അതങ്ങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത്
ഫിംഗേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുക. കാരണം ഇതിന്റെ മുന്നത്തെ വേറൊരു ടൈപ്പ് ആയിരുന്നു, അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഇങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നതല്ല, ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതെൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഇത് ലാക്മേന്റെ ഒരു ഐലൈനറാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്മോക്കി ഐസ് ഒക്കെ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് വെച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അത്. ഫേസസ് കാനഡയുടെ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ കൂടെ തന്നെ ഒരു കട്ടറും വരുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ സൈഡിൽ നമുക്ക് കാജലാണ് വരുന്നത്. നല്ല നല്ല ബ്ലാക്കാണ്. സ്മോക്കി ഐസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിൽ തന്നെ ഇതിന്റെ സ്മഡ്ജ് ചെയ്യാനുള്ളതും വരുന്നുണ്ട്. അപ്പോൾ ലൈൻ മീൻസ് നമ്മൾ കണ്ണിന്റെ മുകളിൽ വരച്ചിട്ട് അപ്പൊ തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ഒരു കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ കണ്ണ് എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് ഇതിങ്ങനെ പിന്നെ സ്മഡ്ജ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷെ അടിപൊളി സാധനമാണ് ഇത്. എൻ്റെ മൂന്നാമത്തെ ആയിട്ടാണ്. കാരണം ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്തായിരുന്നു. 2 വട്ടം ഞാൻ മേടിച്ച് യൂസ് ചെയ്തായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു 3 വർഷത്തെ ക്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പ്രോഡക്റ്റുകളും മീൻസ് നമ്മുടെ മേക്കപ്പിന്റെ അതിന് തന്നെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യലും നിർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും ബ്രൈഡലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ 3 ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പക്ഷെ ഇത് എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം ഷെയ്ഡാണ് ഇത് രണ്ടെണ്ണം. അതിങ്ങനെ പറ്റിപ്പോയിന്ന് അറിയില്ല. എന്തായാലും ഇതിൽ ഈ ഷെയ്ഡ് അടിപൊളിയാ, ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇട്ടേട്ടാ. അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനത്തെ കേട്ടാ. ഇത് 09 ആണേ. ഇത് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു തരം ഷെയ്ഡാണ്. ഒന്ന് വാ. വലിയ മൂടില്ലേ, കൊച്ചു വിട്ടുകൊടുക്കും ചെയ്ത്. ഓക്കെ, ഇത് രണ്ടും മണ്ടത്തരം പറ്റിപ്പോയി. പിന്നെ മീമറിസ്റ്റിന്റെ ഒരു വൈറ്റമിൻ സി സിറം, അക്വാഗ്രിപ്പിന്റെ ഒരു പ്രൈമർ, പി ഐ സിയുടെ എന്നത്. അത് ഇതും നല്ല പ്രൈമറാണ്. ഒരു ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒരു ലിക്വിഡ് ടൈപ്പ് ആണ് കേട്ടോ. നമുക്ക് തിക്കല്ല, ഭയങ്കര തിന്നായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു സിറം ഞാൻ യൂസ് ചെയ്തിരുന്നു, C2P സിറം. അതും എന്താ പറയാ, ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് എന്താ പറയാ യൂസ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മൾ ബേസ് കൊടുക്കില്ലേ നമ്മള് സ്കിൻ കെയർ ചെയ്യുന്ന ടൈമില് നമുക്ക് അത് മോയ്സ്ചറൈസറിന്റെ കൂടെയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ നമുക്ക് 1-2 ഡ്രോപ്പ് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നല്ല ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് നല്ല എന്താ പറയാ സ്മൂത്ത് ടെക്സ്ചർ തരും. നല്ല അടിപൊളി സാധനമായിരുന്നു. പിന്നെ അതുപോലെ ഇത് ഫുള്ള് എല്ലൈകളുടെ കൺസീലറും കളർ കറക്ടറും ഒക്കെയാണ്. ഓ, ഓപ്പൺ ചെയ്തോ? അത് ഇല്ല. പിന്നെ നോർമലി മസ്കാര, ഞാൻ ഇതുപോലെ ഒരു മസ്കാര യൂസ് ചെയ്യല്ല, ഞാന് മസ്കാര മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഡാസ്ലറിന് ഏകദേശം ഒരു 340 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള മസ്കാരകളിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു മസ്കാര അതാണ്. അത് നോർമലി ഒന്ന് എന്താ പറയാ, വെള്ളം എന്തെങ്കിലും ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വൃത്തികേടാവുന്ന ഒരു തരം, അത് ഗ്ലൂ ആണത്.
പശയാണത്, പശ. എന്തിനാ ഒട്ടും ഒട്ടും ഇങ്ങനെ? നിന്റെ മുഖത്ത് അതല്ല. കഴിഞ്ഞോ? ഇത് ചൂടുണ്ടല്ലോ. ആ മെയിൻ സംഭവങ്ങൾ ഇതിപ്പോ അതെന്താ? ഇതെന്തിനാ? പെട്ടി കാലിയായി ഗൈസ്. ഇനി ഈ ഒരു ഐറ്റം മൊത്തം ഫൗണ്ടേഷൻ ആയിരിക്കണം. കാരണം ഞാൻ മൂന്നാലല്ല ഒരു 6-7 ഫൗണ്ടേഷൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടു. കണ്ടോ? അത് കാർബോസിയുടെ പിന്നെ PACയുടെ തന്നെ നമുക്കിപ്പോ കുഞ്ഞു കുഞ്ഞു ബോക്സസ് ആയിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ വേർത്താണെന്ന്. മീൻസ് നമ്മളിപ്പോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് വെച്ചാൽ ഞാനിപ്പോ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് മേക്കപ്പിന്റെ ഫീൽഡിൽ. സോ എനിക്ക് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് മേടിക്കാൻ ഫണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ഷെയ്ഡ്സ് നോക്കും. നോർമലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻസ് ആണിത്. അപ്പോ ഇതൊക്കെ PACയുടെ കുട്ടി കുട്ടി ബോക്സസ് ആണ് കേട്ടോ. ബോക്സസ് മീൻസ് ഇങ്ങനെയാണ്, ഇത്ര വരുന്നുള്ളൂ ക്വാണ്ടിറ്റി. പ്രൈസും കുറവാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അത്യാവശ്യം കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആട്ടോ അത്. ഇതൊക്കെ കണ്ടോ? അതൊക്കെ കണ്ടു അമ്മ. ഇതൊക്കെ നോക്കി ഇത് അതൊക്കെ ഇപ്പൊ നശിപ്പിക്കും. നമ്മള് ഇതുപോലെ പിള്ളേരെ വെച്ചിട്ട് വ്ലോഗ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് എടുക്കാനോ നിൽക്കുമ്പോ ഇത് നോക്ക് കുഞ്ഞേ, ഇതുപോലൊക്കെയോ അവസ്ഥ. അവസാന സമയത്ത് ഇങ്ങനെയൊക്കെയാവും ഉണ്ടാവുക. ബൈ ഗായ്സ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് നേരെ എടുക്കാൻ പറ്റിയിട്ടില്ല ഗായ്സ്. ഒക്കെ ഇതാ ഈ കുഞ്ഞു വന്നിട്ട് കംപ്ലീറ്റ് വന്നിട്ട് ഇടയിൽ കയറി അലമ്പുണ്ടാക്കിയില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ, ലൈക്ക് ചെയ്യണേ, പിന്നെ 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 പറ. ഓക്കെ ബൈ ബൈ ഗായ്സ്. ബൈ ബൈ ഗൈസ്. ഐ ലവ് യു ഗായ്സ്. I love you guys. മുഖത്ത് നോക്കിയേ. Bye.